ശൂരപരാക്രമി. പിടി. ഈ നെൽസൺ ഒന്ന് കാണാൻ പറ്റുമോ? നെൽസൺ മണ്ടേലെ വരൂ. തിങ്കളാഴ്ച വരുള്ളൂ. സാർമാര് ധൈര്യമായിട്ട് പോയിട്ട് വന്നാട്ടെ. അദ്ദേഹം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു സിംഹക്കുട്ടിയെ പിടിക്കാൻ കടുവാക്കുളത്ത് പോയിരിക്കാം. പട്ടി എന്നെ കടിച്ചു. എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പട്ടീന്ന് വിളിച്ചാലുണ്ടല്ലോ. പട്ടീന്ന് വിളിച്ചാലളിയാ എന്നെ പട്ടി അടിക്കാൻ ഓടിച്ചു എന്ന് പറഞ്ഞതാ. ഇതുപോലുള്ള വേഷം ഇട്ട് നടന്ന പട്ടിയല്ല പൂച്ച വരെ ഇതിനെ ഓടിക്കും. കണ്ടില്ലേ, പൂച്ചയും പാറ്റയും വരെ പേടിക്കുന്ന ആളെയാ റിംഗ് മാസ്റ്ററായിട്ട് സർക്കസിൽ വിടാൻ പോണത്. സർക്കസിലോ? ചുമ്മാരി, ഞാൻ പറഞ്ഞോളാം. അല്ലല്ലയാ, അളിയൻ എന്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയ കാശേ എപ്പോഴാ തിരിച്ചു തരുന്നേ? അത് ജോലി കിട്ടുമ്പം തരും. പെൻഷൻ പറ്റാൻ പ്രായമായ അളിയന് ഇനി എവിടുന്നാണ് ജോലി? അതുകൊണ്ട് തന്നെ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞത്. അളിയാ നില്ലളിയാ. എന്നാലേ എന്റെ പൊന്നളിയെ ഇനി വിഷമിക്കണ്ട. എനിക്ക് കിട്ടാനുള്ള രൂപ 10,000 കിട്ടി. അയ്യോ, എവിടെ നീ കാശ്? ആര് തന്ന്? അത് നിന്റെ ജോലിയുടെ അഡ്വാൻസ്. എന്ത് ജോലി? വേറൊന്നുമല്ല, അളിയന്റെ അപ്പൻ പാട്ട് സർക്കസ് ചെയ്തില്ലേ? സർക്കസ് എന്ന് കേൾക്കുന്നത് എനിക്ക് പേടിയാ. സർക്കസില് ഹരി എന്ന ആനയുടെ ചവിട്ടേറ്റ എന്റെ അപ്പം മരിച്ചത്. അളിയാ, ഹരിയാന ചരിഞ്ഞു. മൃഗങ്ങളുമായി ടച്ച് ചെയ്യുന്ന ഒരു പരിപാടിക്കും ഞാനില്ല. എങ്ങനെയെങ്കിലും ഒരു വിസ ശരിയായി കിട്ടിയ ഞാൻ വല്ല ദുബായിലും പോയി കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. ദുബായിലേക്കുള്ള എളുപ്പ വഴിയാണ് ഈ സർക്കസിന്റെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഈ സർക്കസുകാര് അടുത്ത മാസം ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അവരോടൊപ്പം അളിയനും പോകുന്നു. ആരും കാണാതെ മുങ്ങുന്നു. അളിയന്റെ ഇഷ്ടപ്രകാരം കൂലിപ്പണി ചെയ്യുന്നു. അളിയൻ ഒരു കോടീശ്വരനായി ഇവിടെ മടങ്ങി വരുന്നു. എപ്പടി? നിർബന്ധമാണെങ്കിൽ ഓക്കെ. എങ്ങനെ നാളെ തന്നെ ജോയിൻ ചെയ്തോ? അല്ല, എനിക്ക് ട്രെയിനർ പണി അറിയത്തില്ല. മൃഗങ്ങളെ കാണുന്നതന്നെ എനിക്ക് പേടിയാ. അളിയാ, തത്ത മൃഗമാണോ? അല്ല, പക്ഷി. അല്ല, ഒരു തത്തയെ പഠിപ്പിക്കാൻ 10,000 രൂപയോ? അല്ല, ഞാൻ എന്താണ് തത്തയെ പഠിപ്പിക്കേണ്ടത്? അത് വളരെ സിമ്പിൾ ആയിട്ട് വല്ല ലോറി ഓടിക്കാനോ കാർ ഓടിക്കാനോ പഠിപ്പിച്ചാൽ മതി. അയ്യോ, എന്നെ കൊണ്ട് കാർ ഓടിപ്പിക്കാനും ലോറി ഓടിക്കാനും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് പഠിപ്പിക്കാൻ പറ്റും? എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യം. തത്തമ്മേ പൂച്ച പൂച്ച മതി. ഇത് മതി. ഒന്നളിയാ, ഒന്ന് പതുക്കെ പോയാലും സ്പീഡിൽ പോയാലും എന്റെ അന്ത്യം ഇതിനകത്ത് തന്നെ അളിയാ. കൈയും കാലും മറക്കണം. എന്റെ അച്ഛനെ കൊന്ന സാധനം താ നിൽക്കുന്ന ആന. അത് ആനയുടെ കീഴിലോട്ട് പോവാ. ഇതിനകത്ത് മനുഷ്യരൊന്നും ഇല്ലേ? കുതിരയും പുലിയും കഴുതയൊക്കെ ഉള്ള. നല്ല വെയിറ്റ് പിടിച്ച് നിന്നോണ്ടേ. ആരെയും കാണുന്നില്ലല്ലോ. തത്തമ്മേ അല്ല, ഈ തത്തമ്മയെ പഠിപ്പിക്കേണ്ടായിരിക്കും ഉരുവിട്ട് നോക്കിയതാ. ആള് വരുന്നുണ്ട്. അറിയാൻ ഞാൻ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് ധൈര്യം ഉണ്ട്. വെൽക്കം വെൽക്കം. വെൽക്കം വെൽക്കം. I am Rosario. I am Antonio. This is Nelson. Ring Master Nelson. ഇതിനു മുമ്പ് വല്ല മൃഗത്തെയും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അതിനെ ഇഷ്ടം പോലെ. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ മൃഗം ഞങ്ങളുടെ നാട്ടിലിറങ്ങി. എന്ത് മൃഗം? എന്ത് മൃഗം? ആന. ആന. അതെ അതെ, 5 ആന ഉത്സവത്തിന് വന്നു. ഉത്സവത്തിനോ? അല്ല, അത് പിന്നെ ഈ ഉത്സവത്തിന് വരുന്നത് പോലെ ഇങ്ങനെ വരിയായി വന്നു എന്ന് പറയുമായിരുന്നു. 5-8 കാട്ടാന ഒന്നിച്ച് വന്ന എന്ത് കാട്ടാന. ആ 8 ഒറ്റയാനയും. ഒറ്റയാന 8? ഓ, ആ 8 ഒറ്റയാനയും ഒറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യിച്ച് അടുത്ത വർഷം ഉത്സവത്തിന് ഇറക്കിയ ആന ഈ നിൽക്കുന്ന. വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? തത്തമ്മേ പൂച്ച പൂച്ച. പൂച്ചയോ? അത്രയ്ക്ക് നിസ്സാരമാണെന്ന്. ഓക്കെ, കമോൺ. വരൂ. എന്നെ കൊലയ്ക്ക് കൊടുത്ത് അടക്കമുള്ള. കമോൺ. എവിടെ തത്ത? തത്തയോ? ഞങ്ങള് നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു കരടിയെയാ. അല്ല, അദ്ദേഹം ഒരു സിംഹത്തെയോ പുലിയോ ആണ് പ്രതീക്ഷിച്ചത്. കരടിയെന്ന് കേട്ടപ്പോ അയ്യേ ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എനിക്ക് ഒരാഴ്ചക്കകം വേദിയിൽ അവതരിപ്പിക്കണം. നടക്കോ? നടക്കില്ല. നമുക്ക് പോവാം. കാശ് എത്ര വേണേലും ഞാൻ തരാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, ഇനി പുള്ളിക്കാരൻ പിണങ്ങി പോയാ? അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ കൂടി എടുത്ത് കൈ വെച്ചോ. കാശ് കണ്ടാലേ അദ്ദേഹം വീട് കേട്ടോ. മാസ്റ്റർ അയ്യോ പോവല്ലേ. അയ്യോ 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 എന്റെ പൊന്നളിയാ. അയ്യോ എവിടെ പോവാ? ഞാൻ എന്റെ ഉയരം കൊണ്ട് വീട്ടിൽ പോവാ. അളിയോ, അളിയനെ ആ തമ്പ് മാനേജറെ ശ്രദ്ധിച്ചായിരുന്നു? ഒരാരാച്ചാരുടെ ലുക്കില്ലേ? 5-6 കുത്തി മറത്തിയിട്ടുള്ളവനാ അയാള്. അഡ്വാൻസ് മേടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുത്തി കുടലെടുക്കുവൻ. വായങ്ങോട്ട്. കർത്താവേ, ഞാനിപ്പോ സോഡാ കുപ്പിക്കകത്ത ഗോലി പോലെയല്ല. അങ്ങോട്ട് പോവാൻ പോയി, ഇങ്ങോട്ട് പോവാൻ പോയി. എന്നാലേ ഇങ്ങോട്ട് വാ. അളിയ, എന്റെ ശരീരം കരടിക്ക് തീറ്റയായിട്ട് കൊടുത്തേ. ഇതാ ക്യാഷ്.
അപ്പോ എല്ലാം പറഞ്ഞ പോലെ എവിടെയാ കരടി? വരൂ കാണിക്കാം. ഓ അളിയാ, ധൈര്യമായിട്ട് പോവുക. അവര് കരടി ഉപദ്രവിക്കോ? വാ നമുക്ക് പോയി നോക്കാം. എളിയാ. ആഹാ, നല്ല കൊഴുത്ത് മുഴുത്ത കരടി. എന്റെ അമ്മോ, ഹിമാലയൻ കരടി, എന്തൊരു രൂപം. അളിയനാ കൂട്ടിനടുത്തേക്ക് വാ. അയ്യോ, എനിക്ക് പേടിയാ. മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ. എനിക്ക് വയ്യ. അയ്യോ, കൂടെ പൂട്ടിയിട്ടുണ്ടോ നോക്ക്. ഒക്കെ നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട്. കരടിക്കുട്ട, ഇങ്ങനെ എന്ന് പറഞ്ഞാ പോരാ, അതിനെ പുറത്തിറക്കി പഠിപ്പിക്കാൻ നോക്ക്. പനി. എല്ലാവരുടെ മുമ്പിൽ അളിയൻ നല്ലൊരു ട്രെയിനറാണ്, കാണിക്കട്ടെ. കരടി കൂടെ തുറക്കണം. എനിക്ക് പേടിയാ, ഞാൻ ഇപ്പൊ ഓടും. അതെ, കയറ് കെട്ടി ഇറക്കിയാ മതി. സ്പെഷ്യൽ ട്രെയിനിങ്. ജാവോ ജാവോ. ഈ വഴി കൊണ്ടൊരു 10 അടി കൂടെ എല്ലാരും കാണട്ടെ. കരടി വയലന്റ് ആകുമോ? ഏയ്, വളരെ സൈലന്റാ. ഇന്നത്തേക്ക് മതി. ഇതിനെ പിടിച്ച് കൂട്ടിക്കേറ്റ്. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കാം. കരടി hands up. കൂട്ടിക്കേറ്റ്. ഞാൻ പറഞ്ഞില്ല, ഇത് വയലന്റാ. ആ, ഇനി മുതൽ ആരും ഈ ട്രെയിൻ സ്ഥലത്തേക്ക് വരണ്ട. ആടുകളെ കണ്ടാൽ ഈ കരടിക്ക് വട്ടളവും. അഭ്യാസങ്ങൾ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. ഹിന്ദി ബോലോ. ഇവിടെ മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ, പിന്നെയാണ് അവന്റെ കിണ്ടി. അതെ, തുമ്പക്ക് ജാവോ ജാവോ. എന്റെ പൊന്ന് കരടി, എന്നോട് ക്ഷമിക്കണം. ഒരു ദുബായ് ജോലി സ്വപ്നം കണ്ട് വന്നവനാ ഞാൻ. ദയവ് ചെയ്ത് എന്നെ കൊന്ന് വൈരാഗ്യം തീർക്കരുത്. മൈ ഡിയർ കരടി, പ്ലീസ്. ഞാൻ പാവം ഒത്തിരി അടി കൊണ്ടു. അവര് പറയുന്നതൊക്കെ വേഗം പഠിച്ചാൽ തല്ലൂലാട്ടോ. വാ പോവാം. മക്കള് നിന്നേൻ കരടി മാമനാ വിളിച്ചത്. ദേ കരടി സംസാരിക്കണോ? മക്കളുടെ പേരെന്താ? ഞാൻ പൊന്നു. ഞാൻ ചെന്നു. കരടി മാമൻ സംസാരിക്കോ? പിന്നെ കരടി മാമൻ സംസാരിച്ച കാര്യം മക്കൾ ആരോടും പോയി പറയരുത് കേട്ടോ. ഇല്ല, ഞാനും പറയില്ല. കരടി മാമന് ഭയങ്കര വിശപ്പ്. എന്താ വേണ്ടത്? മനുഷ്യൻ കഴിക്കണത് എന്തായാലും മതി. ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ സിഗരറ്റ് കിട്ടണേ അതും. കരടി മാമൻ സിഗരറ്റ് വലിക്കോ? കൂട്ടി കിടന്ന് ബോറടിക്കുമ്പോ വലിക്കാനാ. ആരും കാണാതെ കൊണ്ടുവരണം. ഒരു തീപ്പെട്ടി എടുത്തോ. ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നീക്കി. നല്ല മക്കള്. കഴിച്ചോ, കഴിച്ചോ, വേഗം കഴിച്ചോ. സിഗരറ്റ് കരടി മാമൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല. ഇപ്പൊ കാര്യങ്ങൾ ബോധ്യമായല്ലോ. നമ്മൾ ഒറിജിനൽ കരടിയാണ് പിടിച്ചത്. സംഗതിയൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ മേക്കപ്പ് വെക്കണമെങ്കിൽ രൂപ 15,000 ആദ്യം എത്തിക്കണം. 5,000 രൂപയല്ലേ ഞാൻ പറഞ്ഞേ? കരടി വേഷം ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരില് രൂപ 10,000-ഓളം ഞാൻ ഈ ആസ്പത്രി കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കേണ്ടി വരും. അത് കൂടി ചേർത്താ ഞാൻ പറഞ്ഞു. എല്ലാം തരാം. പക്ഷെ നമ്മുടെ മണിക്കരടി എങ്ങനെ കണ്ടുപിടിക്കും? നാളെ അഞ്ജുവിന്റെ കല്യാണമാ. ഏതഞ്ചു? അവൻ സ്നേഹിക്കുന്ന പെണ്ണ്. ആ കല്യാണം നടക്കുന്നതിന് മുമ്പ് വിവരങ്ങൾ അവനെ അറിയിച്ച് അവിടെ എത്തിച്ചേ പറ്റൂന്ന് സുന്ദര പൂക്കാരാ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് 6 അടി പൊക്കവും 6 പേരുടെ ശക്തിയുമുള്ള അത്ഭുത കരടിയുടെ അഭ്യാസ പ്രകടനങ്ങൾ മനുഷ്യ ചേഷ്ടകളുമായി ഇന്ന് ജെമിനി സർക്കസിൽ അരങ്ങേറുന്നു. സിഗരറ്റ് വലിക്കുന്ന കരടി, ക്രിക്കറ്റ് കളിക്കുന്ന കരടി, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കരടി. വരുവിൻ, കാണുവിൻ. എന്തൊരാലോചന? സിഗരറ്റ് വലിക്കുന്ന കരടി അത് നമ്മുടെ മണിക്കരടി ആകാനാണ് സാധ്യത. അതെങ്ങനെ മനസ്സിലായി? മൃഗഭാഷ പഠിച്ചവനാണ് ഞാൻ. ഒരു മൃഗത്തെ കണ്ടാൽ അറിയാം അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഈസ്റ്റ് വേസ്റ്റ് കൃഷ്ണൻ, ഗൾഫിൽ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്ന ആളാ. ഇത് അബ്ദുള്ള അൽ മൊഹമ്മദീൻ മുസ്തഫ, അറബിയ. ഇവിടെ അറബി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? Nobody's here. രക്ഷപ്പെട്ടു. രേസ്പെട്ടു എന്ന് വെച്ചാൽ അറബിയിൽ പരിപാടികൾ ബുക്ക് ചെയ്യാൻ വന്ന ആളാന്നർത്ഥം.
ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സർക്കസുകാരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ സിനിമാക്കാരെ ഒന്നും കിട്ടാഞ്ഞിട്ടാണോ? അതെ അതെ, ഇതിനു മുമ്പ് സിനിമാക്കാരെ